നമ്മളെ ജീവിതത്തിൽ എത്രയൊക്കെ പുരോഗതി ഉണ്ടായാലും എത്രയൊക്കെ പണം ഉണ്ടായാലും നമ്മൾ വളർന്നു വന്ന സാഹചര്യം മറക്കരുത്. നമുക്ക് കുറേ പണം ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ആഹാരമൊക്കെ ഒരുപാട് ഉണ്ടാക്കി കുറേ ഡ്രസ്സൊക്കെ എടുത്ത് വില കൂടിയ ഡ്രസ്സൊക്കെ ഇട്ട് ആഡംബരം കാണിച്ച് അങ്ങ് നടക്കുകയല്ല വേണ്ടത്. നമുക്ക് എത്രയുണ്ടോ അതിലൊരു പങ്കെങ്കിലും മാറ്റി വയ്ക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വയസ്സാം കാലത്ത് ഇരിക്കുമ്പം അത് നമുക്ക് ഉപകാരമായിട്ട് വിടുകയുള്ളൂ. ഇത് കുറേ ആഹാരം വാങ്ങിച്ച് വെച്ച് അത് കഴിക്കുമോ? അതില്ല. കഴിക്കാതെ പിറ്റേ ദിവസം കൊണ്ടുവന്ന് അടുത്ത വിളയിൽ തട്ടുക, കുറേ വില കൂടിയ 10,000 രൂപയുടെ പട്ടുസാരി, കുറേ വലിയ തുണികളൊക്കെ 10,000 രൂപയുടെ തുണികളൊക്കെ വാങ്ങിച്ചു കൊടുത്താലേ കല്യാണത്തിന് പോകൂ. അങ്ങനെയൊക്കെ വിചാരിക്കരുത്. നമ്മളെങ്ങനെയാണോ ജീവിച്ചത് അത് എപ്പോഴും എന്ത് ആഡംബരം കാണിച്ചാലും ആ ജീവിതം എനിക്കിനിയും വന്ന് എന്ത് ചെയ്യും അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവവും നമ്മളെ കൂടെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവം നമ്മളെ വഴി അടച്ചു കളയും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഉണ്ടെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കുക. ഒരു കടയിൽ നിന്നും ഒരിടത്തുനിന്നും കടം വാങ്ങിച്ച് ഞാൻ കഴിക്കില്ല. എൻ്റെ ഭർത്താവിന് അങ്ങനെയല്ല. എൻ്റെ ഭർത്താവ് ഭയങ്കര കടം വാങ്ങിച്ച് അത് വാങ്ങിക്കുക ഇത് വാങ്ങിക്കുക സാധനം വാങ്ങിക്കുക അങ്ങനത്തെ സ്വഭാവമുള്ള ആളായിരുന്നു. അത് അയാളെ രക്തഗുണമാണ്. ആ രക്തഗുണത്തെ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഉണ്ടെങ്കിൽ കഴിക്കുക, എന്നെപ്പോലെ ഞാൻ വളർത്തുന്നുണ്ട്. ഉണ്ടെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കുക. അങ്ങനെ ജീവിച്ചാൽ മതി.